ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റുന്നില്ല. കാല് ഞാൻ കാണിച്ചുതരാം. ഹലോ എവരിവൺ, ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ മൂകാംബികയിൽ എത്തിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ്. മുടിക്ക വാർന്ന് നല്ല പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞാൽ മതിയില്ലല്ലോ, നിങ്ങൾ കൂടെ പറഞ്ഞാൽ അത്ര സുന്ദരിയൊന്നുമല്ല, എന്നാലും നിൻ്റേതായിട്ടുള്ള കുറച്ച് മേക്കപ്പുകളൊക്കെ കഴിഞ്ഞു. ഞാനും ചേച്ചിമാരും എല്ലാം കൂടെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു. നമ്മളിങ്ങനെ പോകുമ്പം നേരെ നോക്കിയാൽ കാണാൻ പറ്റും സൂര്യൻ അങ്ങനെ ഉദിച്ച് പൊന്തുക കേട്ടോ. അടിപൊളി വ്യൂ ആണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. മലകളൊക്കെ ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു അമ്പലം. അതിനുള്ളിൽ പുറ്റാണ് വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ പൂജാരി വന്ന് തുറക്കുന്നൊരു സീനായിട്ടോ നിങ്ങൾ കാണുന്നത്. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് മുല്ലപ്പൂവൊക്കെ മേടിച്ചു തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൂവൊക്കെ നോക്കി മൂകാംബികയിലേക്ക് നേരെ നടന്നു. രാവിലെ തന്നെ വീഡിയോ തുടങ്ങിയതുകൊണ്ട് ചേച്ചീൻ്റെ വക ചീത്തയുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഇത്. അതായത് തട്ട് കൊടുക്കുക ദേവിക്ക്. ഈ തട്ടിൽ കുറേ പൂക്കളും പിന്നെ കുപ്പിവള പിന്നെ ചന്ദനത്തിരി അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ചെറിയ തട്ടിന് 80 രൂപയും വലിയ തട്ടിന് 100 രൂപയാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മളൊരു നല്ല തട്ട് നോക്കിയെടുത്ത് ദേവിക്ക് നേദിക്കാനുള്ളത്. ദേവിക്ക് നേദിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരും കേട്ടോ. അതായത് അതിലുള്ള കുറച്ച് ദേവിക്ക് അണിയാൻ കൊടുക്കുന്ന വളയിൽ കുറച്ച് വളയൊക്കെ നമുക്ക് തിരിച്ചു തരും. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് നേരെ അമ്പലത്തിലേക്ക് നടക്കുകയാണേ. അങ്ങനെ ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ച് വെച്ച് നമ്മൾ നേരെ നടയിലേക്ക് കയറുകയാണ്. ഇന്ന് ഭയങ്കര തിരക്കുണ്ട്. രാത്രി ഇത്ര തിരക്കൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. രാവിലെ ഭയങ്കര തിരക്കായിരുന്നേ. കണ്ടോ, ഫ്രണ്ടിലൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകളൊക്കെ ഭയങ്കര തിങ്ങി ഞെരുങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ തിരക്ക് കൂടെയൊക്കെ ഉള്ളിൽ കയറി ചേച്ചി നേരെ മുന്നിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ ആ ഒരു ക്യൂയിലേക്ക് നിന്നു. അതായത് തട്ടൊക്കെ കൊടുക്കേണ്ടതല്ല, അങ്ങനെ ക്യൂയിലേക്ക് നിന്നു. അപ്പോഴാണ് ചേച്ചി പറയുന്നത് അവിടെ വരവ് പോകുന്നുണ്ട്. അങ്ങനെ വരവൊക്കെ നമ്മൾ കണ്ടു. വരവ് എന്നാൽ ദേവിയുടെ ചെറിയ പ്രതിഷ്ഠ വേറെ ഉണ്ട്. അപ്പോൾ ആ പ്രതിഷ്ഠ ഇങ്ങനെ മഞ്ചലിൽ ഏറ്റിയിട്ട് ഇങ്ങനെ വലം വയ്ക്കുകയാണ്. ഒരു 2-3 തവണ അവർ വലം വയ്ക്കും. നാദസ്വരത്തിൻ്റെ ആളുകൾ മുന്നിലിങ്ങനെ കൊട്ടിപ്പാടിയിട്ട് ആണ് മുന്നിൽ ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിലാണ് നേരെ വിഗ്രഹം മഞ്ചലേറ്റിയിട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ക്യൂ ഏകദേശം നടയുടെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാനുള്ള ഞെരുക്കത്തിലാണ്. ഇന്ന് മൂകാംബിക അമ്മയുടെ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ഡ്രസ്സിലായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അടിപൊളി, എന്ത് സുന്ദരിയാണെന്നറിയോ, അത്രയും ഭംഗിയുണ്ട് കാണാൻ അമ്മേനെ. അങ്ങനെ ഉള്ളിൽ കയറി ദേവീനൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന് പ്രസാദം മേടിക്കണം. മൂകാംബികയിൽ വന്നിട്ട് നമുക്ക് അമ്മയുടെ പ്രസാദം നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ചു. ഇത് പുറത്തൊരു വിഗ്രഹമാണ്, അത് ആഞ്ജനേയ സ്വാമിയുടേതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കുഞ്ഞു കിണറും ഇവിടെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. പൂക്കട, പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോഴാണ് കുറേ ഡാൻസിൻ്റെ കുട്ടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ ഇന്ന് അരങ്ങേറ്റത്തിന് വന്ന കുട്ടികളാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു കുട്ടികളൊക്കെ ഒന്ന് കാണാമെന്നും ഡാൻസൊക്കെ ഒന്ന് കാണാമെന്നും. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് കയറിയപ്പോഴാണ് കണ്ടത് ഒരുപാട് കുട്ടികളുണ്ട് അരങ്ങേറ്റത്തിന് വന്നത്. അപ്പോൾ നമ്മൾ അവരൊക്കെ ഒന്ന് കണ്ട് നല്ല ഭംഗിയായിട്ടായിട്ട് സുന്ദരി കുട്ടികളുള്ളത്. ഒരുപാട് ചെറിയ ചെറിയ മക്കളുണ്ട്. അപ്പോൾ ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. കാണികളാണെങ്കിൽ അതിലേറെ ഒരുപാട് പേരുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ടു. ഇനി അടുത്തതായിട്ട് ചായ കുടിക്കണം. അങ്ങനെ നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല മസാല ദോശയും നല്ല നെയ്യ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചു. മനസ്സിൽ ദേവിയുടെ മുഖം അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു. നേരെ റൂമിലെത്തി. ഞങ്ങൾ ഇനി ചെക്കൗട്ടായി. ഇനി നേരെ പോവുകയാണ്. പോകുന്ന വഴിക്ക് 1-2 അമ്പലങ്ങളിലും കൂടെ കയറണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര നേരെ വിട്ടു. വരുന്ന വഴിക്ക് റിജേഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 അമ്പലം കൂടെ നമുക്ക് കയറാനുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള അമ്പലമാണ്. അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പം നേരെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട്
ഭക്ഷണം കഴിക്കണമെന്നും കൂടെ പ്ലാനിങ്ങിലുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ അന്നദാനം ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇതൊക്കെ ഇവിടുത്തെ അമ്പലത്തിലേക്കുള്ള പ്രധാന പൂജകളുടെ ഐറ്റംസ് ആണ്. കഴുങ്ങിൻ്റെ വിരിയാത്ത പൂക്കുല, ഇല കൊണ്ടുള്ള മാലകൾ, പിന്നെ കുറേ തേങ്ങ, പിന്നെ ചെമ്പരത്തിപ്പൂവും ഉണ്ട്. സാധാരണ അമ്പലങ്ങളിൽ അങ്ങനെ ചെമ്പരത്തിപ്പൂ ഒരുപാട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കഴുങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അടക്കമരം. ഈ അടക്കമരത്തിൻ്റെ വിരിയാത്ത പൂക്കുല. അങ്ങനെ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് നടന്നു. ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി നോക്കി കണ്ട്. കുറേ പാർക്കിംഗ് സൈഡ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള അമ്പലം തന്നെയാണ്. ഫ്രണ്ടിലായിട്ട് വലിയ ആൽമരമുണ്ട്. ആൽമരത്തിന് നല്ല കല്ലുകൊണ്ടുള്ള തറയൊക്കെ ആട്ടോ കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു 2 പ്രതിഷ്ഠയും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് ചെരുപ്പൊക്കെ അഴിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉള്ളോട്ട് കടന്നു. ഈ അമ്പലത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതൊരു വിനായക ടെമ്പിളും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഫ്രണ്ടിലൊക്കെ കുറേ ആനയുടെ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ഈ തൂണിൻ്റെ മുകളിലൊക്കെ ആനയുടെ ചിത്രം പതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഗ്രഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയ ഗണപതി വിഗ്രഹമായിരുന്നു. നമുക്കുള്ളോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു. ഒരുവിധം കുറേ ചുറ്റി നടന്ന് കണ്ടു. ഇനി വയ്യ, ഇനി ഫുഡ് കഴിച്ചിട്ട് ഒരു അടി മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നിന്നു. ഇവിടെ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. വലിയ ഹാളാണ്. അവിടെ എല്ലാവരും ചമ്രം മടിഞ്ഞിരുന്നിട്ട് പ്ലേറ്റിൽ ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് ഇങ്ങനെയാണ് കണ്ടോ. ഒരു ചോറ്, അതിൻ്റെ കൂടെ ലൂസായിട്ടൊരു കറി. അതാണ് ഇവിടുത്തെ ഫുഡ്. അന്നദാനം എന്ന് പറയാൻ എന്താ പറയുക, ഒരുപാട് വിഭവങ്ങളുള്ളൊരു ഫുഡല്ല. ഒരു ചോറ്, ഒരു കറി. കാരണം നമുക്ക് ഇവിടുത്തെ പ്രസാദമാണ് ഇത്. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രസാദം ഉള്ളത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് ടേസ്റ്റ് ഒന്നും നോക്കിയില്ല. ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. സത്യത്തിൽ എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഇവിടെ പണക്കാരായാലും പൈസക്കാരാണെന്നുണ്ടെങ്കിലും ഭിക്ഷക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും നിലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. ലാസ്റ്റായിട്ട് നമുക്ക് ഫുഡിൻ്റെ കൂടെ അവരൊരു പായസം കൂടെ തന്നു. അതൊരു ഗോതമ്പ് പായസമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. നമുക്കിനി വേറൊരു അമ്പലം കൂടെ കവർ ചെയ്യാനുണ്ട്. അതുകൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറെ എവിടെയും നിർത്തില്ല, ഒരൊറ്റ ചവിട്ടി വിടലായിരിക്കും. അപ്പം നമ്മളിപ്പോൾ അടുത്തിനി പോകാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള ശ്രീ മഹാലക്ഷ്മി ടെമ്പിളാണ്. കർണാടകയിൽ ഒരു ഭംഗിയുള്ള അമ്പലങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് നമ്പർ 1 ആയിട്ടുള്ള അമ്പലം തന്നെയാണിത്. ഈ വീഡിയോൻ്റെ ബാക്കി ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുവരെ ബൈ ബൈ.